7 വർഷത്തിന് ശേഷം വിങ്ങുന്ന മനസ്സോടെയാണ് അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയത്. ഒരു നോക്ക് കാണാനാകാതെ പ്രിയപ്പെട്ടവരുടെ കബറിനരികെ മനം നീറിയാണ് റഹീം ഇരുന്നത്. ഭാര്യയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും റഹീമിന് അറിയില്ലായിരുന്നു. വിങ്ങുന്ന മനസ്സോടെയാണ് അഫാന്റെ പിതാവ് റഹീം വിമാനത്താവളത്തിന് പുറത്തെത്തിയത്. TV ചാനലുകളിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ നിന്നില്ല. വിമാനത്താവളത്തിൽ നിന്നിറങ്ങി റഹീം എന്ത് ചെയ്യണമെന്നറിയാതെ കാറിനരികിലേക്ക് നടന്നു നീങ്ങി. രാവിലെ 7:55 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റഹീം എത്തിയത്. DK മുരളി MLA ഓഫീസിലേക്കായിരുന്നു ആദ്യ യാത്ര. ഇവിടെ നിന്ന് പള്ളിയിലെത്തി. അവസാനമായി ഒരു നോക്കു കാണാൻ പറ്റാത്ത തന്റെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളിലേക്ക് ആ യാത്ര എത്തി. അതിനുശേഷം ആശുപത്രിയിലേക്ക് മടങ്ങി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കണ്ടു. ഇളയ മകന്റെ മരണം ആ അമ്മ എങ്ങനെ താങ്ങുമെന്ന ചോദ്യം ഇപ്പോൾ സജീവമാണ്. വേദന തളം കെട്ടിയ മുഖവുമായിട്ടായിരുന്നു റഹീമിന്റെ മടക്കം. 2 മക്കളിൽ ഒരാൾ ജീവനോടെയില്ല, മറ്റൊരാൾ കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിൽ. പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ ആശുപത്രി കിടക്കയിൽ. ഉമ്മയും പ്രിയപ്പെട്ട സഹോദരനും സഹോദരന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. ഈ വേദനയെല്ലാമാണ് റഹീമിന്റെ മനസ്സിൽ നോവായുള്ളത്. ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് വ്യാഴാഴ്ചയായിരുന്നു. റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം. പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി. കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത്. പ്രവാസികളുടെ സഹായത്തോടെ സൗദിയിലെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് റഹീമിന്റെ മടക്കം. ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരം. അവന്റെ ഫോട്ടോ നോക്കിയിരുന്ന് വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ലെന്ന് സൗദിയിലെ സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. യാത്രാരേഖകൾ ശരിയായതോടെയാണ് അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് യാത്ര തിരിച്ചത്. 2.5 വർഷം മുൻപ് ഇക്കാമ കാലാവധി തീർന്നതോടെയാണ് അബ്ദുൾ റഹീമിന് സൗദിയിൽ യാത്രാവിലക്ക് നേരിട്ടത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.